ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 641 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 58 അധ്യായം 11 തിരുവചനമാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവചനമാണ് ഇത്. വിശപ്പടക്കാനുള്ള ഭക്ഷണമുണ്ടാവുക, ദാഹമകറ്റുവാൻ വെള്ളമുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക, നനച്ചു വളർത്തിയ തോട്ടം പോലെയും ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവ പോലെയും സമൃദ്ധിയുണ്ടാവുക എന്നുള്ളതൊക്കെയും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്ന് മാത്രമല്ല, എപ്പോഴും സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയൊക്കെയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിച്ച് അറിയുന്നവരായി മാറണം. നീതി പ്രവർത്തിക്കുന്നവരും ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാത്തവരുമായി മാറണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വിളിക്കുമ്പോൾ ദൈവം ഉത്തരം അരുളുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസ് 3 അധ്യായത്തിൽ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട്. തൻ്റെ വസ്തുക്കളിൽ പകുതിയും താൻ ചതിവായി വാങ്ങിയിട്ടുള്ളതൊക്കെയും 4 മടങ്ങായും തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് സക്കായിയോട് പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്നാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചാൽ നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവാണ് നമുക്കുള്ളത്. ഈ ചെറിയവരിൽ ഒരുവന് കൊടുക്കുന്നത് എനിക്കാകുന്നു എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് പോലെ സമൃദ്ധമായി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഒരുങ്ങുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.